നല്ല സോഫ്റ്റ് സീറ്റ്, കുറേ കൂടെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു സീറ്റ് കൊടുത്തിട്ടുണ്ട്. ഡിസ്പ്ലേക്ക് ഇപ്പം മൊത്തത്തിൽ അവരൊരു ഫുൾ TFT ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളൊരു പോസ്റ്റർ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഹലോ അമിഗോസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് KTMൻ്റെ ഷോറൂമിലാണ്, കൊല്ലത്തെ KTMൻ്റെ ഷോറൂമിലാണ്. അപ്പോൾ നമ്മൾ വന്ന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KTM RC 2021 എഡിഷൻ 7 വർഷത്തിന് ശേഷം KTM RC അവരുടെ ഒരു മോഡൽ മാറ്റി പുതിയ വണ്ടി ഇറക്കിയിരിക്കുകയാണ്. സോ അപ്പോൾ അത് കാണാനായിട്ടാണ് നമ്മൾ വന്നത്. സോ നമുക്ക് കൂടുതൽ വിശേഷം വണ്ടിയുടെ അടുത്തേക്ക് പോയിട്ട് കാണാം. ആണ് നമ്മുടെ RC 200. സോ 7 വർഷത്തിന് ശേഷമുള്ള അപ്ഗ്രേഡ്. ഞാനപ്പോൾ ഫോട്ടോയിലൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയ ഒരു എന്താണ്, അവർ മാറ്റി അതിനെ ഒരു കുളമാക്കിയതുപോലെ തോന്നി. പക്ഷേ നേരി കണ്ടപ്പോൾ ഒരു രക്ഷയില്ല, സൂപ്പർ വണ്ടി തന്നെ. ഇതേ കണ്ടോ, ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റൊക്കെ മൊത്തത്തിൽ മാറ്റി, സൈഡിൽ ഇൻഡിക്കേറ്റർ അവർ മിററിൽ നിന്ന് മാറ്റി അവർ താഴേക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അടിപൊളിയാണ്. ഇത് ഇൻഡിക്കേറ്റർ ഞാനൊന്ന് കാണിച്ചു തരാം. ഇൻഡിക്കേറ്ററിൻ്റെ ആ ഒരു ഭംഗി തന്നെ കണ്ടില്ല, അടിപൊളിയാണ്. അതേപോലെ DRL മാറ്റി ഇവർ LED കൊടുത്തിട്ടുണ്ട്. കണ്ടോ, പാസ് ലൈറ്റിൽ LED. സോ അപ്പം വണ്ടിയുടെ ഫ്രണ്ട് മൊത്തത്തിൽ നല്ല മാറ്റമുണ്ട്. അതേപോലെ തന്നെ ടയറിലേക്ക് വരുമ്പോഴത്തേക്കും ഡിസ്ക് ആയാലും ഡിസ്കിന് മൊത്തത്തിലൊരു മാറ്റം വന്നിട്ടുണ്ട്. 300 mm ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കാണ് അവർ പിന്നെയും കൊടുത്തേക്കുന്നത്. അതേപോലെ തന്നെ ഷോക്ക് അബ്സർ മാറ്റിയിട്ട് ഷോക്ക് അബ്സറിൻ്റെ ലെങ്ത് അവർ കൂട്ടിയിട്ടുണ്ട്, അപ്പ് ഡൗൺ ഫോർക്കിൻ്റെ ലെങ്ത് കൂട്ടിയിട്ടുണ്ട്. സോ അങ്ങനെ ഒരുപാട് അപ്ഡേറ്റ്സ് ആണ് നമ്മുടെ RC 200 വന്നേക്കുന്നത്. അതേപോലെ തന്നെ 2 കളർ വേരിയൻസ് ആണ് ഉള്ളത്. സോ ഇവിടെ ഉള്ള 2 കളർ വേരിയൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓറഞ്ച് ആൻഡ് ആഷ് കളർ, അതേപോലെ ഓറഞ്ച് ആൻഡ് ബ്ലാക്ക് കളർ 2 വണ്ടിയാണുള്ളത്. സോ ഇതാണ് ഓറഞ്ച് ആൻഡ് ആഷ്, അതേപോലെ മറ്റേത് ഓറഞ്ച് ആൻഡ് ബ്ലാക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. സോ അപ്പം 2 കളറിൽ എനിക്ക് ഫേവറേറ്റ് ആയിട്ട് തോന്നിയ കളർ ഇതാണ്. കാര്യം കുറച്ചുകൂടെ ഐ ക്യാച്ചി എല്ലാം ആയിട്ട് ഫീൽ ചെയ്യുന്നത് ഈ ഒരു കളറാണ്, ആഷ് ആൻഡ് ഓറഞ്ച്. ആൻഡ് അതാണ് വണ്ടിയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും വലിയൊരു വ്യത്യാസമായിട്ട് വരുന്നത്. ഇനി നിങ്ങൾക്ക് അടുത്ത് വന്നാലേ അത് കാണാൻ പറ്റുള്ളൂ. വേറൊരു കാര്യം കാണിച്ചു തരാം. RCയുടെ എല്ലാവരും കംപ്ലയിൻറ്റ് ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു RCയുടെ സീറ്റിനെ പറ്റിയിട്ട്. സോ അപ്പോൾ സീറ്റിന് അവർ ഹാർഡ് സീറ്റ് മാറ്റിയത് നല്ല സോഫ്റ്റ് സീറ്റ്, കുറേ കൂടെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു സീറ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്കിൽ പിലിയനെ ഇരുത്തില്ല, എന്നാലും പിലിയന് വേണ്ടിയിട്ട് ഒരു സീറ്റ് സെപ്പറേറ്റ് കൊടുത്ത് ഒരു ഗ്രാബ് റെയിലൊക്കെ കൊടുത്തിട്ടുണ്ട്. എനിവേ താങ്ക് യു KTM. അപ്പോൾ അതിനൊക്കെ നല്ലൊരു അപ്ഡേറ്റ് തന്നെയാണ് പറയേണ്ടത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. RCയിൽ പലരും പറഞ്ഞതാണ് RC പല മോഡൽ വന്നിട്ടും അതിൻ്റെ ഡിസ്പ്ലേ അവരൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത്. സോ അപ്പം ഡിസ്പ്ലേക്ക് ഇപ്പം മൊത്തത്തിൽ അവരൊരു ഫുൾ TFT ഡിസ്പ്ലേ അവർ കൊടുത്തു. അതെ, മൊത്തത്തിലൊരു ഡിസ്പ്ലേ അവർ കൊടുത്തു. ഇതിടെ നമുക്ക് ടാക്കോമീറ്റർ ഉണ്ട്, അതേപോലെ തന്നെ ട്രിപ്പ് ഇൻഡിക്കേറ്റർ മീറ്റർ ഉണ്ട്, ഗിയർ ഇൻഡിക്കേറ്റർ ഉണ്ട്, അതേപോലെ ABSൻ്റെ എല്ലാം സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്റർ എല്ലാം ഒരു ഇതിൽ അവർ കൊടുത്തിട്ടുണ്ട്. എനിവേ നൈസ്. അപ്പോൾ അത് കാണാനായിട്ട് നമ്മുടെ ഒരു വലിയ ഡിസ്പ്ലേ ആകുമ്പോൾ തന്നെ കാണാനായിട്ട് അടിപൊളിയായിട്ട് നല്ലൊരു ഭംഗി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ എനിവേ നൈസ്. അപ്പം ഇനി നമുക്ക് നോക്കാനുള്ളത് എൻ്റെ എൻജിൻ സൈഡിലാണ്. സോ ഇനി എൻജിൻ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും മറ്റേതിന് നമ്മുടെ പഴയ RC അല്ലെങ്കിൽ പഴയ വണ്ടിയുടെ സെയിം എൻജിൻ തന്നെയാണ് പറഞ്ഞത്. 199cc ആണ്, സെയിം പവർ എല്ലാം സെയിം തന്നെയാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൻ്റെ അടിയിലൊരു കവറിങ് ഉണ്ടായിരുന്നു മറ്റേ വണ്ടിയിൽ, അല്ലെങ്കിൽ നമ്മുടെ പഴയ RC സീരീസിൽ. അതിനെ അവർ മാറ്റിയിട്ട് ഇപ്പോൾ ഫുള്ളി ഓപ്പൺ ആക്കി. അതുപോലെ എനിക്ക് ഫീൽ ചെയ്ത വേറൊരു കാര്യം, ഈ ഒരു ബാക്ക് മൾഗാർഡിന് അവർ കുറച്ചുകൂടെ നീളം കൊടുത്തിട്ടുണ്ട്. സോ അപ്പോൾ അതെനിക്ക് തോന്നുന്നു കുറച്ച് ചെളി പിറകോട്ട് തെറിക്കുന്നത് കുറച്ചൊരു പൊടിക്ക് കുറയ്ക്കും എന്നെനിക്കൊരു വിശ്വാസം ഉണ്ട്. സോ അത്രയൊക്കെയാണ് ഗായ്സ് അപ്പോൾ നമ്മുടെ ഈ ഒരു വണ്ടിയുടെ മെയിൻ അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. എനിവേ നൈസ്. അപ്പം നമുക്ക് ഇനി ഒന്ന് ഇരുന്ന് നോക്കാം. അപ്പം നിങ്ങൾക്കറിയാവുന്ന തന്നെ എൻ്റെതും RC ഇതാണ്, പഴയ RC സീരീസാണ്. എൻ്റെ RC 125 ആണെങ്കിലും RC തന്നെയാണ് എൻ്റെ ഉള്ളത്. അപ്പം ഇതിൻ്റെ ഒരു കയറി ചെയ്തിട്ടുള്ളൊരു പോസ്റ്റർ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. എങ്ങനെ ഉണ്ടെന്നൊന്ന് എങ്ങനെ ഉണ്ടെന്നൊന്ന് നോക്കാം. ഓ മൈ ഗോഡ്, പൊളിയാണല്ലോ. കുറച്ചുകൂടെ അപ്ഗ്രേഡ് ആയിട്ടുണ്ട് ഗൈസ്. കുറേ അങ്ങ് ലീൻ ചെയ്തത് കുറേ അങ്ങ് മുകളിലേക്ക് ആയതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം കുറേ കൂടെ, പക്ഷേ ഹൈറ്റ് ഇല്ലാത്തവർക്ക് കുറച്ച് പ്രശ്നമായിരിക്കും. ബട്ട് ഐ തിങ്ക് സീറ്റ് ഹൈറ്റും കുറച്ച് അപ്പായിട്ടുണ്ട്. അതേപോലെ തന്നെ സസ്പെൻഷൻ നമ്മുടെ ഫ്രണ്ട് ഫോർക്ക് കുറച്ച് പൊങ്ങിയതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഹൈറ്റ് ഉള്ളവർക്ക് കുഴപ്പമില്ല. എനിക്കിപ്പം 2 കാലും പ്ലാന്റഡ് ഫൂട്ട് ഉണ്ട്. പക്ഷേ ഹൈറ്റ് ഇല്ലാത്തവർക്ക് കുറച്ച് പ്രശ്നമായിരിക്കും. ബട്ട് സ്റ്റിൽ അടിപൊളി ഗൈസ്. കയറിയിരുന്ന നല്ലൊരു ഫീലുണ്ട്, ഓടിക്കാൻ അടിപൊളിയായിരിക്കും. കയറിയിരുന്നപ്പോൾ തന്നെ അത് മനസ്സിലായി. RC എന്ന് പറഞ്ഞാൽ വണ്ടി റൈഡ് ചെയ്യാൻ പ്രത്യേക ഒരു ഫീലുള്ള വണ്ടിയാണ്. ബട്ട് ഇത് അതിനെ കടത്തി വെട്ടി, പഴയ RCനെ കടത്തി വെട്ടിയിട്ടുണ്ട് ഈ ഒരു ഫീല്. സോ എനിവേ നൈസ്. ആൻഡ് ഇതിൻ്റെ
ഫോർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ നമ്മുടെ വണ്ടി ലോഞ്ച് ചെയ്ത വീഡിയോയിൽ കണ്ടിട്ടുള്ളത്. ഇവിടുത്തെ വണ്ടിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്കറിയില്ല, നമുക്ക് നോക്കാം കൈസ്. അല്ല, അതേപോലെ ഒരു ബബിൾ വൈസർ മൾഗാർഡാണ് അതിൻ്റെ ഫ്രണ്ടിൽ അവർ നൽകിയിട്ടുള്ളത്, അതും കൊള്ളാം. ആൻഡ് മിറേഴ്സ്, ഐ തിങ്ക് മിറേഴ്സ് ആർ ഫൈൻ. നല്ലൊരു വൈഡ് മിറേഴ്സ് തന്നെയാണ് മിറേഴ്സ് വന്നിട്ടുള്ളത്. സോ അപ്പോൾ എനിവേ നൈസ്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ RC 200ൻ്റെ പുതിയ മെയിനായിട്ടുള്ള വന്ന അപ്ഡേറ്റ്സ് ആൻഡ് അപ്ഗ്രേഡ്സ്. അപ്പോൾ ബ്രോയുടെ പേരെന്ന് പറയാം? എൻ്റെ പേര് സഞ്ജു എന്നാണ്. ഓക്കെ, അപ്പോൾ ബ്രോ വണ്ടി നോക്കാനായിട്ട് വന്നതാണ്. ഓക്കെ, എങ്ങനെയുണ്ട് പുതിയ RC 120? സോറി 200 RC 200 എങ്ങനെയുണ്ട്? പഴയതിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടെ ബിൽ ക്വാളിറ്റി ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കാണുമ്പോൾ തന്നെ. ഇപ്പം ഡിസ്കിലൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. പുതിയ ഡിസൈൻ ഇഷ്ടപ്പെട്ടോ? ഫോട്ടോസിലൊക്കെ എല്ലാവർക്കും ഭയങ്കര വൾഗറായിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഇച്ചിരി ലുക്ക് തോന്നിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടു. KTMന്റെ വണ്ടി യൂസ് ചെയ്യുന്ന ആളാണോ? അതെ, ഞാൻ 390 യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ എന്തെങ്കിലും പ്ലാൻ എന്തെങ്കിലും ഉണ്ടോ? നോക്കാം. ഓക്കെ ബ്രോ, താങ്ക് യു സോ മച്ച്. സോ നമ്മുടെ കൂടെ ആനന്ദ് ചേട്ടനുണ്ട്. പുള്ളി ഇവിടുത്തെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ്. പുള്ളി കൂടുതലായിട്ട് വിശേഷങ്ങൾ പറഞ്ഞു തരും. ആൾക്കാരുടെ റിയാക്ഷൻസ് ഒക്കെ എങ്ങനെയുണ്ട് ബ്രോ വണ്ടിയുടെ? ആദ്യമൊക്കെ വണ്ടി കണ്ടപ്പോൾ ആൾക്കാർക്ക് ഫോട്ടോയിലേക്ക് കണ്ടപ്പോൾ ഭയങ്കര നെഗറ്റീവ് ഇമ്പാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വണ്ടി കണ്ടു തുടങ്ങിയപ്പോൾ ആൾക്കാർക്കെല്ലാം നല്ല മാറ്റമുണ്ട്. നല്ല ഷോറൂം ഡെയിലി ഒരു 10 പേരോളം വരുന്നുണ്ട് വണ്ടി കാണാൻ. കുഴപ്പമില്ല. ശരി. പിന്നെ ആൾക്കാർക്ക് ഒരുപാട് പേര് എന്തെങ്കിലും ബുക്കിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടോ? അതെ, പ്രസന്റ്ലി നമുക്ക് വണ്ടി ഇപ്പോൾ വന്നതിന് ശേഷം ഒരുപാട് ബുക്കിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വണ്ടി ഓൾറെഡി ഷോർട്ടാണ്. ബുക്കിംഗ് അനുസരിച്ച് നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ RC 125 390 ഒക്കെ എങ്ങനെയാണ് ലോഞ്ച്? അങ്ങനെ ഏതെങ്കിലും? അല്ല, ഫസ്റ്റ് നമുക്ക് വന്നേക്കുന്നത് RC 200 ആണ്. ഇപ്പോൾ ഉടനെ തന്നെ RC 125 RC 390 തന്നെ വരും. ശരി. അത് ഈ കളർ വേരിയൻസ് ഒക്കെ സെയിം ആണോ അതോ വ്യത്യാസം? അല്ലല്ല, RC 390 വ്യത്യാസം വരും. ശരി. ആക്ച്വലി വന്നു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് പറയാൻ പറ്റത്തുള്ളൂ. ഫോട്ടോയിൽ കണ്ടപ്പോൾ തന്നെ ഒരു ഇമ്പാക്റ്റ് ഇല്ലാത്ത നമുക്ക് പൊതുവെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാം മാറി. അതെ. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. ഫോട്ടോയിൽ ഒരു വല്ലാത്ത പോലെ തോന്നി, പക്ഷേ കണ്ടപ്പോഴത്തേക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ വെയിറ്റ് കുറച്ചു തോന്നുന്നു അല്ലേ? 3 കിലോ 4 കിലോ അങ്ങനെ എന്തോ ഒരു വെയിറ്റ് റിഡക്ഷൻ. ഇപ്പം ഇത് എന്ന് പറഞ്ഞപ്പം ഒരുപാട് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ഇപ്പം ടാങ്ക് കപ്പാസിറ്റി ആയപ്പോലും മറ്റേ 9.5 ഉള്ളത് ഇപ്പോൾ 13.7 ആക്കിയിട്ടുണ്ട്. അങ്ങനെ ചെറിയ വേരിയേഷൻസ് വരുത്തിയിട്ടുണ്ട്. 13.7 ആയി. അതെ, ടാങ്ക് കപ്പാസിറ്റി. ഓക്കെ, താങ്ക് യു ബ്രോ. അമിഗോസ്, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ അപ്പം എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അഡിയോസ് അമിഗോസ്.